പ്രിയ സ്നേഹിതരെ, വീണ്ടും സ്നേഹിതൻ ആൻ്റണി. ഈ ആഴ്ച അനേക കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതായത് നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം തുറന്നു. പ്രധാനമന്ത്രി എല്ലാ MP-മാരേനെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കയ്യിലൊരു ഫയൽ കൈപിടിച്ചിട്ടുണ്ട്. എന്തോ അതിനകത്ത് ഒരു വലിയ നിഗൂഢം അല്ലെങ്കിൽ ഡിസ്കഷൻ ചെയ്യാനുള്ള പേപ്പറെല്ലാം ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും അതിനകത്തില്ല. ഒരു BD പേപ്പർ അടക്കം അതിനകത്തില്ല എന്നുള്ള കാര്യമാണ് സത്യാവസ്ഥ. അതിനെക്കുറിച്ച് പ്രകാശ് രാജ് ഒരു ട്വീറ്റ് ഇട്ടു. പ്രധാനമന്ത്രിയുടെ ഫയൽ എന്താണുള്ളത്? ഒന്നുമില്ല. ഇനി അയാൾ കൈയിട്ടിരിക്കുന്ന പോക്കറ്റിൽ എന്താ ഉള്ളത്? അതിലും കാലിയാണ്, എംപ്റ്റി ഇല്ല. തലയിലും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനാരെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ട്വീറ്റ് ഇട്ടു. അതിപ്പോൾ വളരെ ഫേമസായി. പ്രിയ സ്നേഹിതരെ, ഈ പറ്റിക്കുന്ന ഒരു പ്രധാനമന്ത്രി, നാവെടുത്ത നുണ പറയുന്ന പ്രധാനമന്ത്രി, എല്ലാ രീതിയിലും വിശ്വസിക്കാൻ യോഗ്യനല്ലാത്തൊരു പ്രധാനമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര കാലം ഇയാൾ അണ്ടറിൽ ഈ നാട് നശിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ പാർലമെൻറ്റിലേക്ക് വന്ന ഉടനെ MP-മാർക്കൊക്കെ ഒരു കിറ്റ് കൊടുത്തു. കിറ്റിനകത്ത് പേനയും പേപ്പറും പെൻസിലും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്. അതിൽ ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ട് വി ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ പ്രിയാമ്പിളിൽ അതിനകത്ത് വരുന്നുണ്ട് ഈ നാട്, ദിസ് കൺട്രി ഈസ് എന്ന് പറഞ്ഞിട്ട് അവർ എഴുതുന്നുണ്ട് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ കൺട്രി എന്നാണ് എഴുതുന്നത്. പക്ഷേ ആ സോഷ്യലിസ്റ്റ് എന്നും മതേതരത്വം എന്ന് പറയുന്ന സെക്യുലർ എന്നുള്ള രണ്ട് വാക്കും അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. നോക്കി, ഒരാളോടും പറഞ്ഞിട്ടില്ല, സുപ്രീം കോടതിനോട് പറഞ്ഞിട്ടില്ല, ഇത് പാർലമെൻറ്റ് ഡിസ്കഷൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അജണ്ട എന്താ? ഇവരുടെ അജണ്ട തീർത്തും ഇത് ഒരു ഹിന്ദു നാടായി പ്രഖ്യാപിക്കണം. ഇതാണ് ഇവരുടെ അജണ്ട. ഇങ്ങനെ രഹസ്യമായി കള്ളത്തരം ചെയ്യുന്ന ഒരു ഫ്രോഡ് പ്രധാനമന്ത്രി, ഇതാണ് നമ്മൾ ഈ പുതിയ പാർലമെൻറ്റിലെ മീറ്റിങ്ങിൽ കാണുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് പല പ്രസംഗങ്ങൾ നടന്നു. അതിൽ മുഖ്യമായി മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയുടെ ആ സ്പീച്ചായിരുന്നു. പുള്ളി സംസാരിച്ചതിൽ ഒരു കാര്യം പുള്ളി പരാമർശിച്ചു. എന്താണെന്ന് വെച്ചെങ്കിൽ, വനിതാ സംവരണ ബിൽ ഇപ്പം തന്നെ നിങ്ങൾ പാസ് ചെയ്യണം. എന്തിനായി സെൻസസ്? ഇതിനെക്കുറിച്ചിട്ട് ഞാനൊരു സ്റ്റഡി നടത്തി. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. അത് ഭയങ്കര ആശ്ചര്യപ്പെടത്തക്ക രീതിയിലൊരു വിഷയമായിരുന്നു. എന്താണെന്ന് വെച്ചെങ്കിൽ, 150 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യനെ 90 IAS സെക്രട്ടറിമാരാണ് ഭരിക്കുന്നത്. അതായത് ഭരിക്കുന്നത് മന്ത്രിമാരും MP-മാരൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ കംപ്ലീറ്റ് തല പിന്നിൽ വർക്ക് ചെയ്യണത് ഈ 90 സെക്രട്ടറിമാരും. ഈ ബഡ്ജറ്റിൽ 45 ലക്ഷം കോടി 42 ലക്ഷം കോടിയുടെയൊക്കെ ബഡ്ജറ്റ് ഓരോ വർഷം ഇടുമ്പോൾ ഇത് കൈകാര്യം ചെയ്യണതൊക്കെ ഈ സെക്രട്ടറിമാരാണ്. ഭരണം മാറി പോവും. കോൺഗ്രസ് വരും, BJP വരും, വല്ലവരും വന്ന് പോവും. പക്ഷേ ഇവരൊരിക്കലും മാറില്ല. ഇവരവിടുത്തെ ജോലിക്കാർ പോലെ അവരവിടെ തന്നെ ഉണ്ടാവും. ആര് വന്നാലും പോയാലും അവരവിടെ തന്നെ ഉണ്ടാവും, ഈ സെക്രട്ടറിമാർ. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇന്ത്യയുടെ ജനത്തുകയുടെ 90% OBC നാടിലെ, അപ്പോൾ ഈ സെക്രട്ടറിമാർ 90% ഉണ്ടല്ലോ. അതൊക്കെ 90 സെക്രട്ടറിമാരിൽ 90% അപ്പോൾ OBC-മാരാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഒരു സ്റ്റഡി ചെയ്തു. അതിൽ നിന്ന് റിസൾട്ട് വന്നപ്പോഴാണ് ആശ്ചര്യപ്പെട്ടത്. വെറും 3 ആളേ ഉള്ളൂ. 90-ൽ 3 ആളെ OBC-ലുള്ളൂ. 87 ബ്രാഹ്മണന്മാരാ. It's nice for the first time in the new house in your presence. I stand in support of the Women's Reservation Bill. There are also two things that seem strange to me. One is the idea that you require a new census to implement this bill. And the second is that you require a new delimitation to implement this bill. In my view, it is quite simple. This bill can be implemented today by giving
33% of the seats in the Lok Sabha and the Vidhan Sabha to India's women. So that the OBC community and the people of India look the other way. In my research for this speech, I took a look at the different institutions that define how our country moves forward. There are many. There is the Lok Sabha, Rajya Sabha, Vidhan Sabhas. There is the bureaucracy. There is the press. And there's the judiciary. And I looked with an eye to understand what is the participation of the OBC community in these institutions. Don't worry. Don't be scared. Don't be scared. We are discussing. डरो मत. हम कास्ट सेंसस की बात कर रहे हैं. डरो मत. तो I checked. Simple thing I did. I said, look, what is the most important set of people in the government of India? Lok Sabha and Vidhan Sabha. But beyond that, they are the 90 secretaries of the government of India. Secretaries are responsible for managing the core of the government of India. And I asked myself the question, how many of the 90 people come from the OBC community? And I was shocked and shattered by the answer. Secretaries are responsible for managing the core of the government of India. And I asked myself the question, how many of the 90 people come from the OBC community? And I was shocked and shattered by the answer. हिंदुस्तान के सेक्रेटरीज 90 में से सिर्फ 3 ओबीसी से हैं. The women being one group of the people of India and the OBC community being another group of the people of India. And I am elaborating that the OBCs who of this country and control and define 5% of India's budget. This is an insult and a shame to the OBC community. ഇത് മാറണം, ഇത് വളരെ നാണക്കേടാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് പറഞ്ഞതിൽ വളരെ വാസ്തവമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട് ഇങ്ങനെ ഇരിക്കുന്നു? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്രാഹ്മണന്മാരുള്ള ഭാഗത്ത് കറണ്ട് കട്ടോ വെള്ളക്ഷാമോ ഒന്നും ഉണ്ടാവില്ല. അവർ ഒരു വിഷയത്തേക്കും അവരുടെ റോഡെല്ലാം നന്നായിരിക്കും. കാരണം എന്താ? ഈ ഭരണം അവരുടെ കയ്യിലാണ്. ആര് ഭരിച്ചാലും പോയാലും അവരാണ് ഈ തലപ്പത്തിരിക്കണവരെല്ലാം. ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ 90% ബ്രാഹ്മണന്മാരാണ് ജഡ്ജിമാരായിട്ടുള്ളത്. 10% ബ്രാഹ്മണന്മാരല്ലാത്തവരേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഈ നാട് ചൊവ്വാവും? എല്ലാം ഹിന്ദുത്വ രീതിയിലേക്കല്ലേ പോവുള്ളൂ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതാണ് രാഹുൽ പറഞ്ഞത്. അതിനോടനുബന്ധിച്ചാണ് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിൽ. അതായത് ചന്ദ്രയാൻ 3 കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ. അതായത് ഇയാളെന്തോ മോദി അങ്ങട് ഏറ്റി പിടിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിലേക്കൊക്കെ വരാനായിരുന്നു ഈ വിഷയം. പക്ഷെ അതൊന്നുമല്ല. സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കൊരു സ്റ്റഡി ക്ലാസ് നടത്തി. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താണെങ്കിൽ 1953 വിക്രം സാരാഭായ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ശാസ്ത്രജ്ഞനെ കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുകയും അത് ചെയ്യണമെന്നുള്ള ചുമതല കൊടുക്കുകയും അങ്ങനെ ISROയുടെ പൂർവികർ എന്ന് പറയാം ആ ഒരു സിസ്റ്റം. പിന്നീടാണ് ISRO 83-ലോ 88-ലോ അങ്ങനെയാണ് ISRO ഇന്ദിരാഗാന്ധി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ പേര് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് വിക്രം സാരാഭായ് തുമ്പ സ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചു തിരുവനന്തപുരത്ത്. അപ്പോൾ ആ സ്ഥലം ഇന്ത്യയിൽ എവിടെ തുടങ്ങണം എന്ന് പറയുമ്പോൾ അവർ കണ്ടെത്തിയ സ്ഥലമാണ് കേരളത്തിൽ തിരുവനന്തപുരത്തിലുള്ള തൂമ്പ. അപ്പോൾ തൂമ്പ എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ടാണെങ്കിൽ അവർ തിരഞ്ഞെടുത്തത് കടൽ വളരെ അടുത്താണ്. പിന്നെ ഭൂഗുരുത്വം, ഭൂമി ആകർഷണം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭൂമധ്യരേഖയുടെ എന്തൊക്കെയോ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള വിഷയം കൊണ്ട് വെച്ച് നോക്കുമ്പോൾ തൂമ്പയാണ് അതിൻ്റെ ബെസ്റ്റ് സ്ഥലം എന്ന് മനസ്സിലായി. അങ്ങനെ ആ സ്ഥലത്തേക്ക് വന്നപ്പോഴോ അത് വെറും കത്തോലിക്കർ താമസിക്കുന്ന സ്ഥലമാണ്, ക്രിസ്ത്യൻ കത്തോലിക്കർ. അവിടെ വലിയൊരു ബിഷപ്പ് ഹൗസ് ഉണ്ട്, ഒരു ചർച്ച് ഉണ്ട്, വലിയൊരു സമൂഹമുണ്ട്. ഇപ്പം എന്ത് ചെയ്യും?
അപ്പോൾ നേരെ വിക്രം സാരാഭായ് ഒരു ദിവസം ബിഷപ്പിനെ കാണാൻ വരുന്നു. ബിഷപ്പ് പള്ളിയിൽ ആ കാര്യം പറയുന്നു. പള്ളിക്കാർ സമ്മതിക്കണു. അങ്ങനെ ബിഷപ്പ് ഹൗസും പള്ളിയും ഈ സ്പേസ് റിസർച്ചിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അതായിരുന്നു ഒരു 10 കൊല്ലം ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഹെഡ് ഓഫീസായിട്ടായിരുന്നു ആ പള്ളി. ഇന്ന് ആ പള്ളി ഒരു മ്യൂസിയമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്ത്യാനികൾ ഒരിക്കലും ഈ ശാസ്ത്രത്തിനെതിരല്ല. നേരെ മറിച്ച് ഇത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ സ്ഥലമാണെന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥലമാണ് ഇതിന് അനുയോജ്യമെന്നോ അല്ലെങ്കിൽ തിരുപ്പതിയിലത്തെ ഒരു സ്ഥലമാണ് അനുയോജ്യമെന്നോ പറഞ്ഞിരുന്നെങ്കിൽ ആ അമ്പലം വിട്ടുകൊടുക്കുമായിരുന്നു. When our nation's scientists, led by Dr. Vikram Sarabhai, began to develop the contours of India's nascent space program in the early 1960s. Back then, the coastal village of Thumba, in the outskirts of Thiruvananthapuram, was identified as an ideal location, given its latitude and natural geological features, to allow for rocket launches and allied research. Imagine, friends in this house, a sleepy village with golden beaches and palm-fringed coconut trees, populated largely by an overwhelmingly Catholic community of fisherfolk. The catch, however, was that the community of scientists had identified a land, a piece of an area of land, which housed in Thumba the Saint Mary Magdalene Church and the residence of the bishop himself, Peter Bernard Pereira, his own official residence. Now, in any other community or any other part of the world, even, the matter might have been put to rest right there. After all, the idea, the thought of displacing an active spiritual establishment would certainly have evoked outrage and fury, especially in today's India. But in this relatively obscure part of India near Thiruvananthapuram, where a decision of national importance and scientific progress presented itself, the community chose to make a remarkably patriotic choice, a choice for development and progress. When initial conversations with politicians and bureaucrats made little headway, something special happened. One day, when Bishop Pereira was sitting in his little office in the church, he heard a knock on the door. He said, "Who is this?" And a man in a white suit came and said, "I am Dr. Vikram Sarabhai." Dr. Sarabhai explained the importance of this area to India's scientific research in space. The bishop understood the proposed mission of the scientists, and he told Dr. Sarabhai, "Come to my church on the following Sunday." So during the Sunday service, Dr. Sarabhai was there, and Bishop Pereira presented a proposition before the congregation. "My children," he said, "I have a famous scientist with me who wants our church and the place I live in for the work of space science research. Dear children," he said, "science seeks truth by reasoning. In one way, science and spiritualism seek the same divine blessings for doing good for the people. My children, can we give God's abode for a scientific mission?" The answer from the congregation was quite literally a resounding Amen. The church and the bishop's house, as well as other neighboring inhabited areas, were handed over without protest to Dr. Sarabhai and his team. Thus was established in 1962 the Thumba Equatorial Rocket Launching Station, or TERLS, which would later be renamed Vikram Sarabhai Space Center after the death of the legendary Dr. Sarabhai 9 years later. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ രാജ്യത്തിൻ്റെ ദ്രോഹികളാണെന്നൊക്കെ പറയണത് ഈ RSSകാരുടെ ഈ വിടലുണ്ടല്ലോ, അതൊക്കെ തരൂരൊന്ന് പറഞ്ഞങ്ങോട്ട് നിർത്തി. അതുകൊണ്ട് മോദിക്ക് വലിയ ഇതിനകത്തൊന്നുമില്ല. മോദി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ചന്ദ്രൻ വിട്ടു. ചെയ്യണത് ISRO ശാസ്ത്രജ്ഞന്മാരാ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർന്നു. അങ്ങനെ പാർലമെൻറ്റിൻ്റെ ഇന്നത്തെ സെഷൻ വെള്ളിയാഴ്ച എന്താ നടന്നതെന്ന് അറിയില്ല, നാളെ അറിയുള്ളൂ. ഇതോടുകൂടി ഇനി വിൻ്റർ സെഷൻ നടക്കുമെന്ന് അറിയില്ല, ഡിസംബറിൽ ഇലക്ഷൻ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും കാണാൻ പോകുന്ന പൂരമല്ല, ചോദിച്ചറിയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കാണാം. പ്രിയ സ്നേഹിതരെ, ഇന്ത്യയുടെ വിഷയങ്ങൾ ഇങ്ങനെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്.
G20 സമ്മിറ്റ് നടന്നു. ആഹൂന്ന് കോലാഹലമൊക്കെ ഉണ്ടാക്കി. പക്ഷെ G22 സമ്മിറ്റ് മുഖ്യമായിട്ടുള്ള ഡിസിഷൻ എടുത്തത് എന്താണെന്ന് ഇപ്പോഴാണ് കുറച്ച് പുറത്തു വരുന്നത്. അതായത് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള എല്ലാ വിഷയവും കൊണ്ടുവരണം. കാരണം 150 കോടി ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ. ഇനി വേഗത്തിൽ ഡിജിറ്റൽ കറൻസി ഇപ്പോൾ കൊണ്ടുവന്നു. ആ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോകണം. എല്ലാം ഡിജിറ്റലൈസ് ആക്കണം. ഡിജിറ്റൽ ഐഡൻറ്റിറ്റി കൊണ്ടുവരണം. ക്രിപ്റ്റോ കറൻസിനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഒരു വിഷയമുണ്ട്. അത് 20 കിലോമീറ്റർ ചുറ്റളവിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവരിൽ ഏതെല്ലാം സാധനം മേടിക്കാൻ പറ്റുമോ അത് മാത്രമേ ക്രിപ്റ്റോ കറൻസി കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഡിജിറ്റൽ കറൻസി UPI കൊണ്ട് ഉപയോഗിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി മാറ്റണമെന്നുള്ള ഡിസിഷൻ എടുത്തത് അധികം ആരും അറിഞ്ഞിട്ടില്ല. അതിന് ശേഷമാണ് ഈ SDG മീറ്റിംഗ് 17, 18, 19 നടന്നു. അതിലും ഇതേപോലെ എന്ത് ഡിസിഷൻ നടന്നതെന്ന് അറിയില്ല. വരുന്ന ദിവസങ്ങളിൽ അത് പുറത്തു വരും. ഈ SDG മീറ്റിങ്ങിൽ 7 കൊല്ലത്തെ സൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇല്ലേ? 7 കൊല്ലത്തെ ഒരു സൈൻ ചെയ്യണം എല്ലാ നാടുകളിൽ നിന്ന്. അത് 7 കൊല്ലത്തെ സൈൻ ചെയ്തോ നടന്നോ നടന്നില്ലേ അതും അറിയില്ല. അതും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മെല്ലനെ പുറത്തേക്ക് വരുള്ളൂ. അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ഡിസിഷനാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഡിസ്കഷൻ നടന്നു. പക്ഷേ അതിൻ്റെ ആ ഫൈനലൈസിങ് എന്താണ് അവനവർ ചെയ്തതെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്കത് അറിയാൻ കഴിയും. ഇനി തമിഴ്നാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ BJPയും ദ്രാവിഡ കക്ഷികളും തമ്മിലുള്ള ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വിഷയമില്ല. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള വാക്കുപോരും പോരാട്ടവും ആ യുദ്ധം എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് പറയാം. യുദ്ധം എന്ന് പറഞ്ഞാൽ വാക്ക് യുദ്ധം. അത് ഏതാണ്ട് ഉച്ച വിഷയത്തിലേക്ക് എത്തി, മുകളിലേക്ക് എത്തിയത്. കാരണം ജസ്റ്റിൻ ട്രൂഡോ പാർലമെൻറ്റിൽ പറഞ്ഞു ഈ നാട്ടുപ്രജയായിരിക്കുന്ന ഹർജിത് നിഗറിനെ കൊന്നത് ഇന്ത്യൻ ആൾക്കാരാണെന്നും അതിനെ ചുക്കാൻ പിടിച്ചത് അവിടുത്തെ ഡിപ്ലോമാറ്റാണെന്നും പറഞ്ഞിട്ട് അയാൾ പാർലമെൻറ്റിൽ തന്നെ അത് സബ്മിഷനും ചെയ്തു. മാത്രമല്ല അതിൻ്റെ തക്ക ആധാരം എൻ്റെ കയ്യിലുണ്ടെന്നും അവിടുന്ന് ഒരു സംഘം ഇവിടെ വന്നു പോയെന്നും എല്ലാ കാര്യം അയാൾ പറഞ്ഞു. മാത്രമല്ല കാനഡയിലെ കനേഡിയൻ ഹിന്ദുസ് പിന്നെ കനേഡിയൻ സിഖ് ഇവർ രണ്ടാളുടെ നടുക്കിൽ വലിയ ഇപ്പോൾ സംഘർഷം തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയും കാനഡയും അങ്ങ് ദൂരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാനഡ അമേരിക്കയോടും ബ്രിട്ടനോടും സപ്പോർട്ട് ചോദിച്ച് അമേരിക്കയും ബ്രിട്ടനും സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. കാരണം കാനഡ നാറ്റോ സഖ്യത്തിലുള്ള ഒരു രാജ്യമാണ്. നാറ്റോ സഖ്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിന് പ്രശ്നമാണെങ്കിൽ ബാക്കി എല്ലാ രാജ്യങ്ങളും അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നാണ് അവരുടെ ഉടമ്പടി. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. RT ആക്ട് പ്രകാരം ഒരു RT ആക്ടിവിസ്റ്റ് ഇന്ത്യൻ റെയിൽവേയിലുള്ള ഫസ്റ്റ് കൺട്രോൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യൻ റെയിലിൽ നമുക്ക് കണ്ട സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പെരിച്ചാഴി അങ്ങോട്ട് ഓടണം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടണതൊക്കെ ഇല്ലേ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കൊല്ലം ലക്ഷങ്ങളെ ചിലവ് ചെയ്യുന്നത്. അപ്പോൾ എന്തോരം ചിലവ് ചെയ്തു, നോർത്ത് ഡിവിഷനിൽ എന്തോരം ചിലവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വിവരത്തിന് ഒരു RTI ഇട്ടു. അപ്പോൾ അതിന് ഉത്തരം വന്നത് 5 സോണിൽ, അതായത് UPയിലത്തെ ലക്നൗ, ഡൽഹി, പിന്നെ ഇങ്ങനെ തുടങ്ങി 5 സോൺ, മറ്റ് 3 സോൺ MP-യിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ മുഖ്യമായിട്ട് അവർക്ക് റിപ്പോർട്ട് അയച്ചത് UPയിലത്തെ ലക്നൗ സോണിനെ കുറിച്ചാണ്. ലക്നൗ സോണിൽ കടന്ന 3 കൊല്ലം, അത് 20, 21, 22 ഈ 3 കൊല്ലത്തിൽ എലീനെ പിടിക്കാൻ ചിലവാക്കിയത് 69.5 ലക്ഷം, അതായത് 69.5 ലക്ഷം 3 കൊല്ലം ചിലവ് ചെയ്തത്. പിടിച്ച എലി 168 എണ്ണം, 20ൽ 85 എലി, 21ൽ 43 എലി, 22ൽ 40 എലി. അങ്ങനെ 168 എലിനെ പിടിക്കാൻ ചെലവ് ചെയ്ത പൈസ 69,50,000. ഇനി ദിവസവും എലികൾ തമ്മിൽ നമ്മൾ അരിച്ചും കുണിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എലിനെ പിടിക്കാൻ 6 ദിവസം, ഒരു എലിനെ പിടിക്കാൻ 41,000 ഉറുപ്പ്യ ചിലവ്. ഒരു കുംഭകോണവും ഇല്ല, ഒരു സ്കാൻഡലും ഒരു കള്ളത്തരവും ഇല്ലാത്ത
സത്യാവസ്ഥയായിട്ടുള്ള ഒരു BJP ഗവൺമെൻറ്റാണ് ഇന്ത്യയിലും ഭരിക്കുന്നത്, UP-നും ഭരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയ സ്നേഹിതരെ. നാട് എങ്ങോട്ട് പോകുന്നു ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? 90% സെക്രട്ടറിമാർ ഉള്ള സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് തന്നെയാണ് പ്രകാശ് രാജ് ചോദിച്ചത്, ഫയലിലൊന്നുമില്ല, പോക്കറ്റിലൊന്നുമില്ല, തലയിലൊന്നുമില്ല എന്ന്. അങ്ങനെ ഇവരുടെ ഓരോ അജണ്ടകളും പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്, നടത്തിക്കൊണ്ട് വരികയാണ്. ഇനി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വിഷയം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ, ഉക്രൈൻ റഷ്യയുടെ യുദ്ധം അത് പ്രകാരം നടക്കുന്നു. ഇസ്രയേൽ ഇന്നലെ പുതിയ ഒരു ടാങ്ക്, ലോകത്തിൽ ആരുമില്ലാത്ത പുതിയൊരു ടാങ്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. AI-യിൽ വർക്ക് ചെയ്യുന്ന ടാങ്കിൻ്റെ പേര് ബരാക്ക് എന്നാണ്. 360 ഡിഗ്രിയും ഈ ടാങ്കിന് കാണാൻ കഴിയും. തിരിഞ്ഞു നോക്കണ്ട, ഒരു സ്ക്രീനിലേക്ക് നോക്കിയാൽ തന്നെ 360 ഡിഗ്രിയിൽ അത് ചുറ്റും എന്താ നടക്കണതെന്നും ആരാ വരണതെന്നും എന്താ ഉണ്ടാവണമെന്നും ഇത് മനുഷ്യന്മാരുടെ ഡിസിഷനെക്കാട്ടിലും പെട്ടെന്ന് അത് അസസ് ചെയ്യും. ആ ഭാഗത്തേക്ക് ഫയറിങ് നടക്കും, കുഴി ബോംബൊട്ടൊന്നും ഇത് പൊട്ടില്ല. അങ്ങനത്തെ ഒരു ടാങ്കാണ് ബരാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടാങ്ക്. ഇപ്പോൾ സയൻസ് വലുതായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതിലേക്ക് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ വരുന്ന 3 വർഷത്തിനുള്ളിൽ അവർ AI ഗോഡ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവത്തിന് ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത്. കാരണം മനുഷ്യൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലും മനുഷ്യൻ്റെ ആ ബുദ്ധിയെക്കാട്ടിലും 5000 ഇരട്ടി ചിന്തിക്കാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടർ അവർ ഉണ്ടാക്കാൻ പോകുന്നത്. തന്നെയാണ് അവർ ഗോഡ് എന്ന് പറഞ്ഞ് വിശേഷിക്കുന്നത്. ഇത് ദൈവത്തിന് അഗെയിൻസ്റ്റ് അവർ ചെയ്യുന്നൊരു തീക്കളിയാണ്. ഇത് അന്തിക്രിസ്തുവിന് വഴി ഒരുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവൻ ദൈവത്തിനെതിരായി സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് അവന് വേണ്ടി വരും. ഇതെല്ലാം പ്രിയ സ്നേഹിതന്മാരെ ലോകത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മളതിനെ കൊണ്ടുപോവുകയാണ്. ദാനിയേൽ പുസ്തകത്തിൽ പറയുന്ന പോലെ ജ്ഞാനം വളർന്ന് എത്തി നിൽക്കുന്നൊരു കാലം. സോദം ഗൊമോറ പോലെയും ലോത്തിൻ്റെ നാൾക്കിലുണ്ടായിരുന്നത് നോവയുടെ നാൾക്കളിൽ വിശ്വാസമില്ലാത്ത അതേപോലത്തെ 2 വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴും നടക്കും, കർത്താവിൻ്റെ വരവും നടക്കും. ജാഗ്രതയായിട്ട് നമ്മളിരിക്കണം. ലോകം പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ അതിനനുസരിച്ച് വലിയ പാസ്റ്റർമാരിനെ താഴെ തള്ളിയിടുകയാണ്. ഉദാഹരണത്തിന് ജോൺ പോൾ എന്ന് പറഞ്ഞ പാസ്റ്റർ, അമേരിക്കയിലുള്ള തമിഴ് പാസ്റ്ററാണ്. സെപ്റ്റംബർ 17-നും 11-നും ഇടയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ വരവുണ്ടാവുമെന്ന് പുള്ളി പല വ്യാഖ്യാനത്തിൽ കൂടെ പറഞ്ഞു. ഇന്നിപ്പോൾ തീയതി 22 ഇതുവരെ കർത്താവിൻ്റെ വരവുണ്ടായില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? അയാളും ഈ കള്ളപ്രവാചകന്മാരുടെ ഇടയിലേക്ക് അയാളും കള്ളത്തര പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലാക്കി. സ്നേഹിതന്മാരെ, തീയതിയും ദിവസവും ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ കാലങ്ങളും അടയാളവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ആ രീതിയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു കാലമാണ്. എല്ലാവരും ഒരുങ്ങിയിരിപ്പിൻ. കർത്താവിൻ്റെ വരവ് ഒരു പക്ഷേ വളരെ അടുത്തുണ്ട്. നാളെയും മറ്റന്നാളെന്നല്ല പറയുന്നത്, അതിൻ്റെ കാര്യങ്ങളും വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാത്തിരിക്കണം. വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ തമ്മിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.